അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് ഈവനിങ്ങിലൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടിരിക്കുന്നത്. രാവിലത്തെ ഉച്ചയ്ക്കത്തൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം പിള്ളേർക്ക് വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് വരുമ്പോഴേക്ക് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെന്നും സ്നാക്സ് ഉണ്ടാക്കാറില്ല കേട്ടോ. അങ്ങനെയൊന്നും സംഭവങ്ങളും പലഹാരങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ ഡെയിലി ഒന്നും ഉണ്ടാവാറില്ല. പക്ഷെ കണ്ണൻകുട്ടി ഇന്നലെ കറണ്ട് പോയി. അപ്പം കണ്ണൻകുട്ടി ഇന്നലെ എന്നോട് പറഞ്ഞു ഉള്ളിവട ഉണ്ടാക്കായിരുന്നു എന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ പിന്നെ അതിന് നേരം കിട്ടിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഉണ്ടാക്കാൻ പൊന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്, എക്സാം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഉച്ചവരെ എക്സാം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ആ നട്ടുച്ചയ്ക്ക് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ആളൊന്ന് ഉറങ്ങി നീക്കുമ്പോഴേക്ക് നമുക്ക് ഉള്ളിവടയൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഇത് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുള്ളൂ. എന്താ വെച്ചാൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഏകാദശിയായിട്ട് അവിടെ നാമജപവും ഒക്കെ ആയിട്ട് ചേച്ചിമാരും ഒക്കെ ഉണ്ട്. അപ്പം അത് ഇങ്ങനെ ഒരു കുറേ നേരം ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ നല്ല വോളിയത്തിൽ കേൾക്കും, ചിലപ്പോൾ കേൾക്കുന്നില്ല. അപ്പം എന്തായാലും ഞാൻ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അഥവാ നീ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇതിലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അപ്പം ഞാൻ വോയിസ് ഓവർ ആക്കാമെന്ന് വിചാരിച്ചു. കറണ്ട് പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഉള്ള വെളിച്ചത്തിൽ ചെയ്യാം. ഉള്ളിവടന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നാളേക്കുള്ള ഉഴുന്നും പച്ചരി അരയ്ക്കാണ്ട് ദോശയ്ക്കുള്ള അത് ചെയ്യാനുണ്ട്. മുറ്റടിച്ചോര മേലെഴുക, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്ന് കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം പറയാണ്. നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3-4 ഉള്ളിയാണ് കേട്ടോ. ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വലിയ ഉള്ളി ആയ കാരണം, സവാള ആയ കാരണം ഒരു 5 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവ് നല്ലുള്ള കൂടുതലുള്ള നല്ല മൂത്ത മുളകായതുകൊണ്ട് ഒരു മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉള്ളി വട കഴിക്കുന്ന സമയത്ത് എരിവ് കൂടുതലാകുമ്പോൾ ഒരു ചടപ്പാവില്ലേ വിചാരിച്ചിട്ട് ഒരു മുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ 2 തണ്ട് വേപ്പില എടുത്തു. അപ്പോൾ ഉള്ളി സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി സെറ്റാക്കി അരിഞ്ഞ് വെക്കാനുള്ള പുറപ്പാടിലാണേ. എനിക്ക് ഈ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അച്ഛയായിട്ട് ഓർമ്മ വരും. അച്ഛൻ എല്ലാവിധ പൊരിക്കടികളും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അച്ഛയ്ക്കൊരു തട്ടുകട ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ല തട്ടുകട അച്ഛ നമ്മുടെ ഈ ഒരു പൊരിക്കടിയും ചായയും കാര്യങ്ങളൊക്കെ ഉള്ള കട ഇട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ അച്ഛൻ അത് അടിപൊളിയായിട്ട് കൊണ്ടെടുക്കുമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. മുന്നേക്ക് അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യണ പോലെ ഫുഡിൻ്റെ പരിപാടി അച്ഛന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ അച്ഛൻ എല്ലാവിധ സ്നാക്സും ഉണ്ടാക്കും. പൊരിക്കടിയിലെല്ലാം അച്ഛൻ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ ചെറുതിൽ ഇങ്ങനെ ഉണ്ടാക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുവിധം ഞാൻ അങ്ങനെയൊക്കെ പഠിച്ചതാണ് കേട്ടോ. അല്ലാതെ നമുക്ക് പിന്നെ ഇതിനായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഇതിനായിട്ട് കുത്തിയിരുന്ന് സെർച്ച് ചെയ്ത് അങ്ങനെയൊന്നുമല്ല. അച്ഛൻ ഉണ്ടാക്കണ ഒട്ടുമിക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അച്ഛൻ പൊരിക്കടി സാധനങ്ങളൊക്കെ അച്ഛൻ ഉണ്ടാക്കണ കണ്ടിട്ടാണ് കേട്ടോ ചെയ്യാറ്. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പറയും ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതിൽ അച്ഛൻ പിഷ്കാറില്ല കേട്ടോ. മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും അച്ഛന് നല്ലോണം കഴിക്കാൻ വേണം. നല്ലോണം കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അങ്ങനെ ആർഭാടം കാട്ടി കഴിക്കുകയല്ല. കൊതിയുള്ള സാധനങ്ങൾ നമ്മുടെ അടുത്ത് പാകമുള്ള സമയത്താണെങ്കിൽ കൊണ്ടുവന്ന് കഴിക്കണം എന്ന് പറയും. അതിൽ ഇറുക്കി പിടിച്ചിട്ട് മാറ്റി വയ്ക്കാൻ അച്ഛൻ സമ്മതിക്കില്ല. അച്ഛൻ പറയും നാളെ മറ്റന്നാൾ നമ്മളില്ലെങ്കിലോ. അപ്പോൾ പിന്നെ നമ്മൾ ഈ ഇറുക്കി പിടിച്ചില്ലെങ്കിൽ മാറ്റി വെച്ച സംഭവം നമുക്ക് അത് കഴിക്കാൻ പറ്റാതെ നമ്മൾ പിന്നെ എന്തിനാ നമ്മൾ ഈ കഷ്ടപ്പെടണമെന്ന് ചോദിക്കും. ഫുഡ് കഴിക്കാതെ കഷ്ടപ്പെട്ടിട്ട് മാറ്റി വെക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അച്ഛൻ പറയും കേട്ടോ. ഇങ്ങനെ ഒരുപാട് പൈസയ്ക്കൊക്കെ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ അമ്മ പറയും എന്തിനാ അങ്ങനെ ചെയ്യണ്, പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പുറത്ത് കിടക്കുമ്പോൾ അമ്മയ്ക്ക് ടെൻഷനാണ്. അപ്പോൾ അമ്മ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയും ഇന്ന് കഴിക്കണം, നാളെ ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാവും ഇല്ലെങ്കിൽ ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ കുറേ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ പറയണത് കറക്റ്റ് ഒരു പോയിൻ്റാണ്. ഞാനിപ്പോഴും അതിനെ വിശ്വസിക്കണേയും അതിൽ ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് കേട്ടോ. അച്ഛൻ പറയും മരിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്കൊരാൾക്ക് നമ്മുടെ ഈ ഒരു കുറച്ച് മലയാളികൾക്കൊക്കെ ഉള്ളൊരു ശീലമാണ് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ മരിച്ച വ്യക്തിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചു കൊടുക്കുക എന്നുള്ളൊരു സംഭവം. കർക്കിടക സംക്രാന്തിക്ക് അതുപോലെ കൊല്ലം തികയലിനൊക്കെ അതിൽ ഒരു പ്രശസ്തി ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് എന്താണോ ഇഷ്ടം, ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയെ എങ്ങനെ കെയർ ചെയ്യാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ആരായാലും നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് അവരപ്പം ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷിപ്പിക്കാന്നല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. അച്ഛൻ പറയുന്നത് ഏറ്റവും കറക്റ്റ് കാര്യമാണ്. ഞാനിവിടെ മക്കളുടെ കാര്യമായാലും നമുക്ക് എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ അവരെ കുഞ്ഞു നമുക്ക് നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അവരിപ്പോൾ വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുകയാണെങ്കിൽ നമുക്ക് പറ്റിയില്ലെങ്കിലും കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞാനിതേപോലെ ചെയ്തു കൊടുക്കാറുണ്ട്. ഞാനും വിചാരിക്കും എന്താ വെച്ചാൽ നമ്മളുള്ള കാലത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ഇല്ലാത്ത കാലത്ത് പിന്നെ ഇപ്പോൾ എങ്ങനെ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ അമ്മേനെയൊക്കെ അച്ഛൻ്റെ ഇഷ്ടത്തിനും അമ്മയുടെ ഇഷ്ടത്തിനൊക്കെ നല്ലോണം നോക്കാൻ ഞങ്ങൾക്ക് 3 മക്കൾക്കും പറ്റിയിട്ടുണ്ട്. അമ്മ അപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഞങ്ങളെ വളർത്തി കൊണ്ടുവന്നൊരു ആളാണ് കേട്ടോ. അമ്മയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പങ്കുണ്ട്. അമ്മ കഴിക്കാതെ ഞങ്ങളെ ഫുഡ് തന്ന് വളർത്തിയിട്ടും
ഫുഡ് ചിലപ്പോൾ ഉണ്ടാവും, കഴിക്കാൻ ഉണ്ടാവും, എന്നാലും അമ്മ ഞങ്ങളെ ഊട്ടാനേ അമ്മ നോക്കുള്ളൂ. അതെനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അമ്മോട് ഞാൻ പറയും ഉള്ള പോലെ 4 ആളാണോ അല്ലെങ്കിൽ 5 ആളാണോ 5 ആൾക്ക് തുല്യമായിട്ട് വീതിച്ചിട്ട് കഴിക്കാൻ പറയും. അമ്മ അത് കേൾക്കില്ല. അമ്മ കഴിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെയൊക്കെ വയറ് നിറപ്പിക്കാൻ വേണ്ടിയിട്ട് അമ്മ നോക്കാറുണ്ട് കേട്ടോ. അത് പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ സവാളയും കാര്യങ്ങളും ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുന്നത് ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് ഒരു 3-4 സ്പൂണ് മൈദ, ഒരു 3 സ്പൂണ് കടലമാവ്, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ തിരുമ്മി നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാന്നുള്ളൂ. നമുക്ക് സവാളയുടെ നീരിൽ തന്നെ ഉണ്ടാവും. അന്ന് കറക്റ്റ് നമുക്ക് ആ ഒരു ഉള്ളിവടക്കുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ അതിന് അതിൽ തന്നെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് അത് മാറ്റി വെക്കണം. അപ്പോൾ ഞാനതൊക്കെ കുഴച്ച് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്യണേ, ഒരുപാട് നേരം, കുറച്ച് നേരം നമ്മളതങ്ങനെ മിക്സ് ചെയ്ത് ആകുമ്പോഴേക്കും നമ്മുടെ അതിൻ്റെ വെള്ളത്തിൻ്റെ പരുവും കാര്യങ്ങളൊക്കെ റെഡിയാവും. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൽ ഉപ്പ് പെട്ടെന്ന് കൂടിപ്പോവും. അപ്പോൾ ഒരു പിഞ്ച് കുറച്ച് ഇട്ട് നോക്കിയിട്ട് നമ്മൾ നോക്കിയതിൻ്റെ ശേഷം ഇട്ടാൽ മതി. ആദ്യം തന്നെ ഒരുപാട് ഇട്ട് അത് പിന്നെ കൊളാവണ്ട. അപ്പോൾ അത് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഇട്ടിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഇടുമ്പോൾ അത് കറക്റ്റ് നോക്കിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് അത് മാറ്റി അടച്ചു വെച്ചു. ഇനിയിപ്പോൾ ഒരു 15 മിനിറ്റ് വരെ സമയമുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് തുണികൾ മടക്കി വയ്ക്കാണ്ട്, ഡ്രസ്സൊക്കെ തിരുമ്പിയത് 2 ദിവസത്തെ ഞാൻ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മടക്കാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മടക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ. പിന്നെ ഇപ്പം ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. വൈകിട്ട് അടിച്ചവരെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിളക്ക് വയ്ക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ മടക്കി വെക്കാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ അമ്മ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അമ്മ വേറെ പുറത്തൊക്കെ ജോലിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടുന്ന് കഴിക്കാൻ കിട്ടുന്ന ഫുഡ് ഞങ്ങൾക്ക് കൊണ്ടുത്തരും, ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. പുറത്തൊക്കെ ഫുഡ് കഴിക്കാൻ പണിക്കൊക്കെ പോണ സമയത്ത് കേട്ടോ. അപ്പോൾ ആ ഫുഡിന് ഞങ്ങൾ കാത്തിരിക്കും വൈകി അമ്മ വരുന്ന സമയത്ത്. ഇല്ലെങ്കിൽ അതിൻ്റെ നേരത്തെ അമ്മ വന്ന് ഞങ്ങൾക്കത് തന്നിട്ട് സ്കൂളിൽ പോണ സമയത്തൊക്കെ ആണെങ്കിൽ അമ്മയ്ക്ക് രാവിലെ അവിടുന്ന് ചായക്ക് കൊടുക്കണ കടിയും പലഹാരങ്ങളൊക്കെ ആണെങ്കിൽ അത് പൊതിഞ്ഞ് ഓടി വന്ന് ഞങ്ങൾക്കത് തന്ന് ഞങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞാക്കും. അതുപോലെ അമ്മ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തെ പണിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി ഉച്ച സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ചോറുകൊണ്ടും വരും കേട്ടോ സ്കൂളിലേക്ക് വാരിത്തരാൻ വേണ്ടിയിട്ട്. വാരിത്തരേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പോഴത്തൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ വിചാരിക്കും കഴിക്കാനില്ലെങ്കിൽ കഴിക്കണ്ട വിചാരിക്കും. എനിക്കൊന്നും ഇപ്പോൾ ഈ ഒരു അമ്മ ചിന്തിക്കണ പോലെ അമ്മ ചെയ്യണ പോലെ ഒന്നും എന്നെക്കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും പണിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഞങ്ങൾ ഈ 3 ആൾ പറഞ്ഞു കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റും. എന്നാലും അമ്മ ഓടിപ്പാഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുത്തരും. അത് വാരിത്തരുകയും ചെയ്യും. അവിടെ ഇരുന്നിട്ട് വാരിത്തരുകയും ചെയ്യും. അന്നൊന്നും നമുക്കിങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ മടിയോ നാണക്കേടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അമ്മയുടെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് സങ്കടവും വരും, അതുപോലെ തന്നെ സന്തോഷമാണ്. എന്താ വെച്ചാൽ അമ്മ അന്ന് കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും ഇപ്പം അമ്മ അടിപൊളിയായിട്ടിരിക്കുകയാണ്, നല്ല ഹാപ്പിയാണ് വീട്ടിലാണെങ്കിലും. ഇപ്പോൾ അമ്മയ്ക്ക് 2 മരുമക്കളുണ്ട്. വെച്ചാൽ ഏട്ടൻ്റെ അനിയൻ്റെയും ഭാര്യമാരുണ്ട്. അവരൊക്കെ പൊന്നുപോലെ അമ്മയെ നോക്കുന്നുണ്ട്, ഏട്ടൻ്റെ അനിയനാണെങ്കിലും. അപ്പം അന്നാ കഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും അമ്മയ്ക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്ക് ആദ്യം ചിന്തിച്ചിട്ടുള്ളൂ, ഇന്നെക്കുറിച്ചുള്ള ടെൻഷനും കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഒരു കാലത്ത് നമുക്ക് ദുഃഖം ഉണ്ടെങ്കിൽ ഒരു കാലത്ത് അതിനൊരു സന്തോഷം ഉണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ല. അമ്മ ഒരാളെയും വേദനിപ്പിക്കാത്ത ഒരാളാട്ടോ. നിങ്ങൾക്ക് അന്ന് വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതേ ഭാവം തന്നെയാണ് ജീവിതത്തിലും. ഒരാളോടും എന്ത് പറഞ്ഞാലും തിരിച്ച് അങ്ങോട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാനൊക്കെയാണ് പറയുക, തിരിച്ച് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ട് വരേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറഞ്ഞ് ഞാനും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു. ഇന്ന ആൾക്കാർ എന്നത് പറയുമ്പോൾ അമ്മ തിരിച്ച് പറഞ്ഞോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാവും ഞാൻ പറഞ്ഞേക്കാം. പക്ഷെ അമ്മ അവിടെ ഒന്നും മിണ്ടില്ല, മിണ്ടാണ്ട് പോരും. അമ്മയ്ക്ക് പറയാൻ അറിയില്ല, തിരിച്ച് പറയാൻ വേണ്ടിയിട്ട് അറിയില്ല. അതുപോലെ ഒരു വീട് എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. മക്കളായാലും പേരക്കുട്ടികളായാലും മരുമക്കളായാലും എല്ലാവരെയും എങ്ങനെ ഇത് മാനേജ് ചെയ്ത് പോകുമെന്ന് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാളേനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കണ്ടത് എൻ്റെ അമ്മേനെയാണ് കേട്ടോ. ഞങ്ങൾക്ക് 3 മക്കൾക്കും ആ കഴിവ് കിട്ടിയിട്ടുമില്ല. അത്രയൊന്നും ക്ഷമയോ പക്വതയോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ അച്ഛനെ കൂടെ നല്ല രീതിക്ക് നടത്തി. അച്ഛനൊക്കെ കുറച്ച് മദ്യപിക്കുകയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തും അമ്മയായിട്ട് അച്ഛനെ പറഞ്ഞ് നന്നാക്കി നേരാക്കി എടുത്തത്. ഞങ്ങളുടെ നാട്ടിലെല്ലാവരും പറയും അച്ഛൻ അമ്മേനെയും കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട്. അച്ഛൻ കടയിൽ ഒരു ഉപ്പ് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണെങ്കിൽ കൂടെ എൻ്റെ അമ്മേനെ കൊണ്ടുപോട്ടോ കൂടെ അമ്മ ഉണ്ടെങ്കിൽ അച്ഛൻ പോവുള്ളൂ. എന്ത് കാര്യത്തിനാണെങ്കിലും അമ്മ വേണം. അങ്ങനൊരു ജീവിതമായിരുന്നു അത്. എനിക്ക് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അമ്മ വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ദിവസം അമ്മ വന്നിട്ടില്ലെങ്കിൽ അമ്മയുടെ ചിന്ത തന്നെ കേട്ടോ. ഞാൻ ഓരോ വ്ളോഗിലും അമ്മയെക്കുറിച്ച് പറയാത്ത അച്ഛയെക്കുറിച്ച് പറയാത്ത വീഡിയോ ചുരുക്കമായിരിക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു
നല്ലൊരു ജീവിതമായപ്പോഴത്തേക്കും ഞങ്ങൾക്കല്ല, അമ്മയ്ക്കും ഏട്ടനും അനിയനും അവിടെയൊക്കെ നല്ലൊരു ലെവലിലേക്ക് നമുക്ക് ദാരിദ്ര്യവും കാര്യങ്ങളും ബാധ്യതകളൊക്കെ തീർന്ന് വന്നപ്പോഴേക്കും അച്ഛനത് കാണാനുള്ളൊരു യോഗം ഉണ്ടായില്ല. അതിലുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ഉള്ളിവടയൊക്കെ ആയിട്ടോ. നമുക്ക് ഈ 3 ആളും എടുക്കാം, ഈ 2 എടുക്കാനുള്ളതുണ്ട്. അത്യാവശ്യം കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരുപാട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ എണ്ണക്ക പലഹാരങ്ങളല്ല. വൈകിട്ട് അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഫുഡ് കഴിക്കില്ല. അങ്ങനെ അപ്പോഴേക്കും കണ്ണൻകുട്ടി ഉറങ്ങി നീറ്റുണ്ടായിരുന്നു, നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ആൾ എണീക്കണത് 4:30 ഞാൻ വിളിച്ചിട്ടാണ് എണീക്കണേ. അങ്ങനെ ഞങ്ങൾ 3 കൂടെ പൂജിട്ട് വരാൻ വേണ്ടിയിട്ട് 5:45 ഞങ്ങൾ 2 കൂടെ ഉമ്മറത്തൊക്കെ ഇരുന്ന് ഉറക്കച്ചടവൊക്കെ ഉണ്ട്. ഞാൻ മുഖമൊക്കെ കഴുകി കൊടുത്ത് അവിടെ ഇരുത്തിയത്. അത് കഴിഞ്ഞിട്ട് ആളിപ്പോൾ കളിക്കാൻ ഓടും, എക്സാമൊക്കെയാണ്, ഞാൻ വേഗം വരാൻ വന്നിട്ട് പഠിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം എന്തായാലും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കുട്ടികളവിടെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് ഉള്ളിവടയൊക്കെ കൊടുത്തപ്പോൾ വേണ്ട ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ കണ്ണൻ പറയുന്നുണ്ട് ഇപ്പോൾ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ നിർത്തിയിരിക്കുക. അങ്ങനെ ചായയൊക്കെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നാളത്തെ എക്സാം എന്താണെങ്കിലും അറിയുമെന്നൊക്കെ ഞാൻ അങ്ങനെ കളിയാക്കി ചോദിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വന്നിട്ട് ഞാൻ വേഗം പഠിച്ചോളാം അമ്മ, വേഗം വരാം, 6 മണിയാകുമ്പോഴേക്കും ഞാൻ എത്താമെന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണേ. ചായയൊക്കെ കുടിച്ചിരുന്ന് കുറച്ച് നേരമൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. അങ്ങനെ സംസാരിക്കാൻ ഇടയിൽ കൂടെ എൻ്റെ മൈൻഡൊക്കെ ചില സമയത്ത് ഔട്ടായിട്ട് എവിടെയെങ്കിലൊക്കെ പോകും കേട്ടോ. പൂജിട്ടിപ്പോൾ ഇത് വന്ന് നോക്കണ സമയത്ത് എന്നോട് ചോദിക്കേണ്ടത് എന്തായി ആലോചിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ ചോദിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടെ. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാൻ മറന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. എനിക്ക് ഈയിടെയായിട്ട് കുറച്ച് മറവി കൂടുതൽ. അപ്പോൾ ചെയ്യണമെന്ന് വിചാരിച്ച് പോയ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഞാനത് മറന്നിട്ട് ഇങ്ങോട്ട് തന്നെ പോരും. പിന്നെ എൻ്റെ മൈൻഡിൽ എന്താണ് ചെയ്യാനുണ്ട്, പക്ഷെ അതെന്താണെന്നുള്ളത് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇനി പഠിച്ചോറിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയരക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ മേലഴുകി വിളക്ക് വയ്ക്കാനല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രിക്കത്തെ ഫുഡ് ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണോണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അന്തം വിട്ടിട്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ ഞാൻ മുറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല, നേരം വൈകിയുണ്ട്. അപ്പോൾ മുറ്റടിക്കാൻ വേണം. അപ്പോൾ ഇനി കോലായ എന്തായാലും നമ്മൾ വിളക്ക് കൊളുത്തുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉമ്മറൊന്ന് അടിച്ചിടും കേട്ടോ. രാവിലെ തുടച്ചാൽ ഞാൻ വൈകിട്ട് തുടയ്ക്കാറില്ല. രാവിലെ തുടച്ചിട്ടില്ലെങ്കിൽ മൊത്തം വൈകിട്ട് നമ്മൾ വിളക്ക് വയ്ക്കുന്നതിൻ്റെ മുന്നേ അത് തുടച്ചിടുകയും ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ രാവിലെ തുടച്ചുകൊണ്ട് ഞാനും കൊലായി ഭാഗം മാത്രം ഒന്ന് അടിച്ചിട്ടു. പിന്നെ മുറ്റമൊക്കെ മൊത്തം അടിച്ചിട്ടു കേട്ടോ. മുറ്റത്ത് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ണൻകുട്ടിയോട് ഞാൻ കഴിഞ്ഞ ലീവിന് ഒന്ന് പറിക്കാൻ വേണ്ടി പറഞ്ഞത്, ആൾ കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ വെയിൽ ആറിയ സമയത്തൊക്കെയാണ്, ഈ സമയത്തൊക്കെയാണ് പറ്റുള്ളൂ. ഈ സമയത്തും കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 5:30 ഒക്കെ കഴിയണം. എന്നാൽ പിന്നെ ഒരു കവറൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിക്കണം. ഇനി അടുത്ത ലീവിന് വേണം. പിന്നെ ഇപ്പം ഞാൻ അവിടെ നമ്മളൊരു 3-4-5 ചട്ടി ഇരിക്കുന്നുണ്ടല്ലോ. ചട്ടീച്ച ഈ ചെടി വയ്ക്കുന്ന ആ സാധനം, അതിനകത്ത് കാര്യമായിട്ട് ചെടികളൊന്നുമില്ല കേട്ടോ. ഞാൻ കഞ്ഞി കൂർക്കല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വെക്കാറ്. ഒരു 2 ചെടികൾ എന്തോ ഇരിക്കുന്നു തോന്നുന്നു. ചെടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുന്നേയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ സ്വന്തം വീടൊക്കെ ആണെങ്കിൽ നട്ട് വളർത്തനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് എപ്പോഴാണ് ഇവിടുന്ന് ഓടിപ്പാഞ്ഞ് അടുത്ത വീട്ടിലേക്ക് മണ്ടണ്ട് വരാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ അവിടെ ചെടിച്ചട്ടിയും കാര്യങ്ങളൊന്നും വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പിന്നെ കഞ്ഞിക്കൂർക്കലും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ജലദോഷമോ കാര്യമൊക്കെ വരുമ്പോൾ ഉപകാരപ്പെടുകയും ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അതും തുളസിയൊക്കെ ഞാൻ ചെല്ലണ സ്ഥലത്തൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. കുഞ്ഞെന്തെങ്കിലും പച്ചക്കറി കാര്യങ്ങളും അതും ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞ വീഡിയോ എത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.